ഉസ്താദ് ജിഹാദി തന്നെ. കഴിഞ്ഞ ആഴ്ച ഉസ്താദിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഉസ്താദ് എന്തുകൊണ്ടാണ് ഒരു ജിഹാദിയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് നന്നായിട്ട് ഉസ്താദിനെ അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന സത്യമാകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. എന്തുകൊണ്ടാണ് ഉസ്താദ് അൻസാരി സുഹ്രി ഒരു ജിഹാദി ആകുന്നത് നമുക്ക് നോക്കാം. അത് ഞാൻ ചെയ്യാനുള്ള കാരണം, ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ ഏകദേശം കുറച്ച് നാൾ മുമ്പുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹിന്ദു സഹോദരനോട് സംസാരിക്കുന്നതാണ്. ആ ഹിന്ദു സഹോദരനോട് സംസാരിക്കുകയും ആ സഹോദരനോട് അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്കിത് ചോദിക്കാൻ പ്രചോദനമായത്. നമുക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. മെയ് 21-നാണെന്നാണ്, ഞാൻ അന്ന് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തോട്ടെ. നോക്കട്ടെ. യെസ്, ഇതാണ് ആ വീഡിയോ. ഒരു ആട്ടിൻതോലിട്ട് അപ്പോ ആളുടെ ഉള്ളിലിരിക്കുന്ന സാധനം ഇത് തന്നെയാണ്. ഒരു ആട്ടിൻതോലിട്ട് ഒരു ജിഹാദി, ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ഒന്നല്ല, നല്ല അസൽ ജിഹാദി. കറക്റ്റ് ആണ്, ഉസ്താദ് ജിഹാദി തന്നെയാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ താൻ ഒരു വലിയ സ്വീകാര്യനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുത്തി തീർക്കാനല്ല, ഉസ്താദ് വളരെ സ്വീകാര്യനാണ്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അടക്കം മുസ്ലിം ജനവിഭാഗങ്ങൾക്കും ഉസ്താദ് സ്വീകാരനാകുന്നത് ഉസ്താദിന്റെ നന്മയുള്ള നിലപാടുകളും നന്മയുള്ള ഇടപെടലും കൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തടുക്കാനുള്ള ഒരു മതേതര പരിച അതുകൂടി ഉണ്ടാക്കിയെടുക്കും. ഹലോ ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ആരാ? ഒരു ഹിന്ദു സഹോദരൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്, ഫേസ്ബുക്കിലേക്ക് കാണാറുള്ളതാണ്. പേരെന്താ? ശ്രീഹരി എന്നാണ് പേര്. ഞാൻ സ്നേഹത്തൊരു കാര്യം പറയും, ഈ ആരാധകൻ എന്നുള്ള വാക്കങ്ങ് ഉപേക്ഷിച്ചട്ടെ. സ്നേഹിതൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനത്തെ വാക്ക്. ആ ശ്രീഹരിക്ക് വലിയ സല്യൂട്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ എന്റെ പെങ്ങളെ കല്യാണം വിളിക്കാൻ വേണ്ടി ഞാൻ നമ്പർ വാങ്ങിയായിരുന്നു, പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്റെ കുട്ടിയുടെ 28 പറ്റുമെങ്കിൽ ആ ചടങ്ങിൽ ഒന്ന് വന്ന് പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം. ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ എനിക്ക് അത്ഭുതം എന്നറിയോ, നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ പറയുന്നുണ്ട്, അതായത് ഹിന്ദു സഹോദരങ്ങളുമായിട്ട് ഞാൻ ബന്ധം സ്ഥാപിച്ച് അവരെ അപ്പൊ ഞാൻ ആലോചിച്ച് ശ്രീഹരി ഒന്ന് ഈ വീഡിയോ കാണുന്നില്ലേ? ഞാനൊരു ഒന്നാന്തര ജിഹാദിയാണെന്ന് അവൻ അദ്ദേഹം ഇത്രയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചത് നിങ്ങളൊന്നും ഇത് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്റെ കാപട്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഉസ്താദ് ഒരു ഒന്നാന്തരം ജിഹാദി തന്നെയാണ്. ഉസ്താദ് ചെയ്യുന്ന ജിഹാദിന്റെ പേര് ജിഹാദ് ബിൽ ലിസാൻ എന്നാണ്. നാക്കിലൂടെ, വാക്കിലൂടെയുള്ള ജിഹാദ്. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം ധർമ്മയുദ്ധം എന്നാണ്, സ്ട്രഗിൾ എന്നാണ്, അല്ലെങ്കിൽ നന്മയിലേക്കുള്ള പോക്കെന്നാണ്. സമാനമായ പദങ്ങളാണ് ജിഹാദ്, ധർമ്മയുദ്ധം, ക്രൂസൈഡ് തുടങ്ങിയ പദങ്ങൾ. ചരിത്രത്തിൽ ഈ പദങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ക്രൂസൈഡുകളുടെ കാര്യത്തിൽ, ജിഹാദിൻ്റെ കാര്യത്തിൽ, ധർമ്മയുദ്ധത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ചില എക്സ്ട്രീമിസ്റ്റുകൾ ഈ വാക്കുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ആ വാക്കുകളുടെ മഹത്വം അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. ഉസ്താദ് ചെയ്യുന്നത് ജിഹാദ് ബിൽ കലം, എഴുത്തുകൊണ്ട്. പണ്ടാണെങ്കിൽ എഴുത്തുകൊണ്ട് സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി ഉള്ള പോരാട്ടം, അതാണ് ഉസ്താദ് നടത്തുന്നത്. ഉസ്താദ് ചെയ്യാൻ കാരണം, ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ആ വാക്ക് ഈ തീവ്ര വലതുപക്ഷക്കാർ പലപ്പോഴും ഒരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്നത് ചില വാക്കുകൾ എടുക്കുകയും ആ വാക്കുകളെ വക്രീകരിക്കുകയും മോശമാക്കുകയും ചെയ്യും. ആ വാക്കുകളിൽ ചാപ്പയടിക്കും. അതാ ജിഹാദ് എന്ന വാക്ക്, അത് വളരെ മോശമാണ് എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്പിരിച്വൽ ടെർമിനോളജിയിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. ക്രൂസൈഡ് ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട വാക്കെന്നതുപോലെ ധർമ്മയുദ്ധം എന്നത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് പ്രധാനപ്പെട്ടതുപോലെ ഒരു വാക്ക് മാത്രമാണ്. ഇത് മോദിജിയുടെ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ അടുത്ത സുഹൃത്തും മുതിർന്ന മന്ത്രിയുമായിരുന്ന ശ്രീ MJ അക്ബർ എഴുതിയൊരു ലേഖനമാണ്. ആ MJ അക്ബർ എന്ന് പറഞ്ഞാൽ പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ലോകത്തെ അറിയിക്കാൻ വിശ്വപൗരനായ ശശി തരൂറിനോടൊപ്പം നമ്മുടെ മോദിജി ശ്രീ MJ അക്ബറിനെയാണ് ലോകം മുഴുവൻ വിട്ടത്. അതായത് ഇന്ത്യയുടെ ദേശസുരക്ഷ, തീവ്രവാദം, രാജ്യസ്നേഹം പോലുള്ള പ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് പറയാൻ ശ്രീ MJ അക്ബറാണ് പോയത്. ആ ശ്രീ MJ അക്ബർ എഴുതുന്ന പ്രധാനപ്പെട്ട വരികളാണ്. അദ്ദേഹം 2016 എഴുതുന്നു, BJP-കാരനായതിനു ശേഷം തന്നെ എഴുതുന്നു, ഗാന്ധിജി became the first non-Muslim to lead a jihad. ഒരു ജിഹാദ് നയിക്കുന്ന ആദ്യ അമുസ്ലിമായി ഗാന്ധിജി മാറി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധിയായിരുന്നു. ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മയുദ്ധമാണ്, സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, അതൊരു ക്രൂസൈഡാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയെ ക്രൂസൈഡർ എന്ന് വിളിക്കാം, ജിഹാദി എന്ന് വിളിക്കാം, ധർമ്മയുദ്ധം എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് അനുഗ്രഹം ചോദിക്കുമ്പോൾ ഈ വിശുദ്ധ യുദ്ധത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വിശുദ്ധ യുദ്ധത്തിൽ രാഷ്ട്രപിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ നന്മ വരുത്താൻ, പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ, സ്നേഹവും സമാധാനവും ഉണ്ടാക്കാൻ,
ആ നന്മ പ്രസരിപ്പിക്കാൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് ഉസ്താദ് അൻസാരി സുഹ്രി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഇന്ന് ചെയ്തൊരു വീഡിയോ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇത് ചെയ്യണമല്ലോ എന്ന് ഓർത്തത്. ഫിൻലാൻഡിലെ യാത്രയൊക്കെ കാരണം എനിക്ക് പലപ്പോഴും എത്താൻ കഴിഞ്ഞില്ല. തങ്ങളുടെ സഹോദര സമുദായത്തിൽ നിന്ന് പോലും അങ്ങനെ സ്നേഹം മറ്റൊരു സമുദായത്തിലെ ആചാര്യന്മാർക്ക് കിട്ടുന്നത് നമ്മുടെ നാടിൻ്റെ നന്മയാണ്. എനിക്കങ്ങനെ ഒരുപാട് പരിശുദ്ധ ബൈബിളിനെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ സമയമനുസരിച്ചെങ്കിലും എനിക്ക് പരിഹരിച്ചു തന്നതും പറഞ്ഞു തന്നതും ക്രിസോസ്റ്റം തിരുമേനിയോട് 2-3 പ്രാവശ്യം എനിക്ക് പരിചയപ്പെടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തീയ സഭകളിലെ ഏറ്റവും മുതിർന്നതും തമാശയിലൂടെ ദൈവീകമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പം അതേപോലെ എല്ലാ സമുദായത്തിലും ഇതുപോലെ ആൾക്കാരുണ്ട്. ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാരുണ്ട്, ഹിന്ദു ആത്മീയ നേതാക്കളുണ്ട്, ഇസ്ലാം സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ മതസൗഹാർദ്ദത്തിന്റെ മോഡലിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. ഇത് ആ അഖിലിനോടുള്ള ഇന്നത്തെ ആ സംസാരം കണ്ടിട്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് അയ്യോ ഇത് ചെയ്യണമല്ലോ. എന്റെ പേര് അഖിൽ. എവിടെ വീട്? എന്റെ വീട് അടൂര്, പത്തനംതിട്ട. ഓ സന്തോഷം അഖിലെ, പറയൂ. ഞാന് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചായിരുന്നു, കിട്ടുന്നില്ലായിരുന്നു. പിന്നെ മറ്റേ നമ്പർ എടുത്ത് വിളിച്ചപ്പോ മുമ്പ് ശ്രീഹരിയോടുള്ള സംഭാഷണവും അഖിലിനോടുള്ള സംഭാഷണവും ഒക്കെ നല്ല വിശേഷം. എനിക്ക് ഒത്തിരി ഒന്ന് കാണാന്നുണ്ട്, പിന്നെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഒരിക്കലും ആലപ്പുഴക്ക് എന്താ അവിടെ എഴുതിയുണ്ടോ മനസ്സിൽ കുടിയേറി? എനിക്ക് മനസ്സിലായില്ല. അത് ഇഷ്ടം തോന്നിയതാണ്. മനസ്സിൽ കുടിയേറിയ ഒരാളെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ സഹോദര സമുദായങ്ങളുടെ പോലും സ്നേഹവും സാഹോദര്യവും ഒക്കെ നേടാൻ ഉസ്താദിന് കഴിയട്ടെ. ഉസ്താദിനെ പോലെ ഇസ്ലാമിക സമൂഹത്തിൽ ഇത് തന്നെയാണ് നമ്മൾ പാളയംപള്ളിയുടെ ഇമാം അവർകളിൽ നിന്ന് കണ്ടത്. അതായത് നമ്മുടെ ഹിന്ദു സഹോദരിമാർ വരുമ്പോൾ, അതായത് അവർക്ക് നോമ്പാണ് എന്നിട്ട് പോലും അവർക്ക് എല്ലാ സാഹചര്യങ്ങളും അറേഞ്ച് ചെയ്യണമെന്ന് പറയും. നമ്മുടെ ക്രിസ്ത്യൻ പള്ളികൾ അങ്ങനെ സാഹോദര്യത്തിൻ്റെ മാതൃകയിൽ ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ ഹിന്ദു ആത്മീയാചാര്യന്മാർ, ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള എല്ലാവരും, സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ളവർ പഠിപ്പിച്ചത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആ മനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ പാതയാണ്. അത് ഇനിയും വരുന്നൊരു തലമുറയിലെ ആത്മീയ നേതാക്കൾ, വിശിഷ്യ ഇത് കാണുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മനസ്സിലാകണം. ഈ തീവ്ര വലതുപക്ഷം നമ്മുടെ ആത്മീയതയും വിശ്വാസത്തെയും മതത്തെയും ദൈവീകതയും ഒക്കെ വിദ്വേഷത്തിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റും. ജിഹാദ് പോലുള്ള വാക്കുകളെടുത്ത് ആ വാക്കിൻ്റെ അർത്ഥമേ മാറ്റി ചാപ്പയടിക്കാനുള്ള ടൂളാക്കും. അതിൽ നിന്ന് വിഭിന്നമായി ഈ വാക്കുകളുടെ നന്മ വീണ്ടെടുത്തുകൊണ്ട് സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും പ്രസരിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെടുന്ന എല്ലാവർക്കും ആ നന്മയുള്ള ഇതാകട്ടെ. ദലൈലാമയുടെ വളരെ പ്രശസ്തമായൊരു വചനമാണ് ഇതിന് ചുറ്റും എഴുതിയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത വിശ്വാസങ്ങൾ തമ്മിൽ സാഹോദര്യവും സൗഹാർദ്ദവും ഉണ്ടാകുമ്പോൾ ലോകം കുറേ കൂടെ മെച്ചപ്പെടും. ആ മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ളൊരു ജിഹാദും ധർമ്മയുദ്ധവും ക്രൂസൈഡും നടത്താൻ നമുക്കാകട്ടെ. ജയ് ഹിന്ദ്, ദൈവം അനുഗ്രഹിക്കട്ടെ.